ഗതാഗത നിയമം ലംഘിച്ച ഒരാളെ തടഞ്ഞ വൈറൽ പ്രഭാവതിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. 73 വയസ്സുള്ള 18കാരിയുടെ ചുറുചുറുക്കുള്ള പ്രഭാവതി. ഓക്കെ, എന്തായിരുന്നു എങ്ങനെയായിരുന്നു ആ സംഭവം? സംഭവം? ഞാനിങ്ങനെ വിശദീകരിച്ചല്ലോ, അതിങ്ങനെ യൂട്യൂബിൽ ഇതിൽ കാണുകയും ചെയ്തല്ലോ. അപ്പോൾ ഞാനിതാ, എൻ്റെ വീട് അറിയാമല്ലോ, അപ്പോൾ ബൈപ്പാസ് ഞങ്ങളുടെ വഴി ഇതാണ്. അപ്പോൾ ഞാൻ റോഡിലേക്ക് ഒരു കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അയാൾ എതിരിൽ ഇങ്ങനെ വഴിക്ക് പിടിച്ചു. ഇവിടെ ബ്ലോക്ക് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് പലപ്പോഴായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. ഞാൻ അപ്പോഴൊക്കെ പ്രതികരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതപ്പോൾ ഇങ്ങനെ അയാൾ വന്നിട്ട് എന്നോട് മാറുമെന്നാണ് പറയുന്നത്. ഞാൻ എങ്ങോട്ടാണ് മാറേണ്ടത്? ഈ ഫുട്പാത്തിൽ കൂടെ പോകുന്നത് ഞാൻ എങ്ങോട്ട് മാറും? റോഡിലേക്കാണോ? അപ്പുറത്ത് എന്താ കുണ്ടും കുഴിയൊക്കെയാണ്, അതിലേക്കാണോ മാറേണ്ടത്? അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങോട്ട്? നെഹി എന്ന് പറഞ്ഞാൽ നെഹി മാറൂല. അല്ല, നെഹി എന്ന് പറഞ്ഞാലല്ല, മാറില്ല. അത് റോഡല്ലേ. ഞാൻ അയാളോട് ചോദിച്ചത് റോഡല്ലേ. അപ്പോൾ അയാൾ വണ്ടി ചരിച്ച് തന്നിട്ട് പറഞ്ഞു ഇതിലേ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വഴി കൂടെയാണ് പോകുന്നത്, എനിക്ക് എൻ്റെ വഴി ഇതിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോകാനുള്ളതല്ല, നിങ്ങൾക്ക് ഇതിനുള്ളതല്ലല്ലോ, ലൈസൻസ് നിങ്ങൾക്ക് ഇതിന് തരുന്നതല്ലല്ലോ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെന്താ നിയമം പറയുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിയമത്തിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്, എനിക്ക് എൻ്റെ വഴി വേണം. അപ്പോൾ അയാൾ തർക്കിക്കുന്നു തോന്നിയപ്പോഴാണ് ഞാൻ ഈ ആയുധം എടുത്തത്. കാരണം അതിൻ്റെ നമ്പർ കിട്ടണം. വീഡിയോ ഒന്നും എടുക്കാൻ എൻ്റെ ക്യാമറ അത്ര വലിയ സുഖം. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് എന്തായിരുന്നു ഉദ്ദേശം? കാരണം അയാൾ തർക്കിക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലോ. ഞാൻ ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. വിപ്ലവകാരിയാണ്, അങ്ങനെ പറയാൻ വേണമെങ്കിൽ പറയാമല്ലോ. അതിപ്പോൾ എല്ലാവരും ഒരു ആലങ്കാരികമായിട്ട് പറയുന്ന ഭാഷയല്ലേ. അതിനൊന്നല്ല, നമ്മൾ ഇതിനെ പ്രതികരിക്കാതെ തുടങ്ങി വെച്ചാൽ അത് അവസാനിപ്പിക്കണമല്ലോ. തുടങ്ങി പകുതി വെച്ച് തേച്ച് പോകാൻ പറ്റില്ലല്ലോ. അവസാനം തോറ്റ് പിന്മാറി. ആര്? അത് എന്നോട് നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ എനിക്കൊരു കോംപ്ലിമെന്റ് കൂടി തന്നിട്ടാണ് പോയത്. നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പം ഇതിനു മുമ്പും ഇത്തരം സംഭവം ഉണ്ടായത് എങ്ങനെയായിരുന്നു? ഇതേപോലെ തന്നെ ഈ റോഡുകൾ നിങ്ങൾ കാണാം, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും എന്ന് തോന്നുന്നു പലപ്പോഴും. അപ്പോൾ അത് നമ്മളിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ടൈം ഒരു പക്ഷേ രാവിലെ എന്തെങ്കിലും സാധനം മേടിക്കുക, അല്ലെങ്കിൽ ഉച്ചക്കൊരു സാധനം മേടിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ ഫിഷ് വാങ്ങാനോ ഒക്കെ അങ്ങോട്ട് പോകണം, മീൻ വാങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കാണ് പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പോകേണ്ടി വരുന്നതിലൊക്കെ ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ അഭിനന്ദിച്ചു. അതെ, പറഞ്ഞു, നന്നായി. വളരെ പറഞ്ഞു, അവരൊരു ആപ്പ് ഉണ്ട്, അതിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ല, വിളിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടിയൊരു ചാൻസ് കിട്ടി. റീൽസ് ആയത് ബന്ധുക്കളാണ് അറിയിച്ചത്. എൻ്റെ കൊച്ചുമോൻ, പിന്നെ മോളുണ്ട്, എൻ്റെ ചേച്ചിയുടെ മോള്, അവരൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ചെറുപ്പക്കാരല്ലേ. അപ്പോൾ അവരിത് കണ്ടപ്പോൾ അവളെന്നെ വിളിച്ചു പറഞ്ഞു, ആ പ്രവേശിച്ച് വൈറലായല്ലോ എന്ന്. ഞാൻ വെച്ചാൽ എന്തിന് ഇതൊന്നും നമ്മൾ വിട്ട്, നമുക്കിത് അവൻ ഫോട്ടോ എടുത്തെന്ന് മാത്രമേ ഞാൻ ആദ്യം ധരിച്ചിട്ടുള്ളൂ. കാരണം ഇത് കണ്ടപ്പോൾ, കാരണം ഇങ്ങനെയുണ്ട് ഒരു സംഭവം അവൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കൂന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഓൺ ചെയ്യാനറിയാം, അവളെ അക്കൗണ്ട് എടുക്കാനറിയാം, ബാക്കി മെസ്സേജ് ഒന്നും എടുക്കാൻ പോലും അത്യാവശ്യം അറിയില്ല. അപ്പോൾ ഇവിടെ എൻ്റെ കസിൻ ഉണ്ട് അടുത്തുള്ള. അപ്പോൾ ഇവൻ എൻ്റെ ആവശ്യത്തിന് ഇവൻ ഇവിടെ വരാറുണ്ട്, നമ്മൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടും. പിന്നെ അവൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവരാണ് നമ്മൾ അറിയിച്ചത് അല്ലേ? അവരെ അറിയിച്ചു. അപ്പോൾ അവനാണ് എനിക്കിതൊക്കെ ഓപ്പൺ ചെയ്ത് തന്നെ എൻ്റെ കമൻസൊക്കെ വായിച്ചു തന്നതൊക്കെ അവനാണ്. ഇനി അതെ, ഇനിയിപ്പം നമ്മൾ വൈറലായി, ഒപ്പം തന്നെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ. കുടുംബം എന്ന് പറയുന്നത് ഞാൻ ഏകാംഗമാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയും മകളും അവർ 2 മക്കളും കൂടി ഉണ്ട് ഇവിടെ. അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവർ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്തൊരു കുറച്ച് ദിവസത്തേക്ക് എന്നുള്ള രൂപത്തിൽ അടക്കം അങ്ങനെ വന്ന് നിൽക്കാറുണ്ട് അവർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഊർജ്ജം കിട്ടുന്നത് എവിടുന്ന? ചെറുപ്പത്തിലേ ഉണ്ട്. കാരണം ഞങ്ങൾ എൻ്റെ ബ്രദറും ഞാനായിട്ട് ഭയങ്കര കമ്മിയാണ്. എൻ്റെ 4 വയസ്സിന് മൂത്താണ്. അപ്പോൾ ഞാൻ അവൻ്റെ ഇതായിട്ട് പിന്നാലെ നടക്കും എപ്പോഴും. അപ്പോൾ അവനാണ് എൻ്റെ ഒരു എന്താ പറയുക ഊർജ്ജം. രാഷ്ട്രീയത്തിലും അവനാണ് എന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കിയത് അവനാണ്. പിന്നെ എൻ്റെ ഒരു ബ്രദർ, ഒരു അമ്മാവൻ 48 കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. 48 കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വളണ്ടിയറൊക്കെ ആയിരുന്നു അന്നത്തെ പാർട്ടി, വളണ്ടിയർ. പിന്നെ ഒരു അമ്മാവൻ എന്ന് പറഞ്ഞാൽ വളരെ സോഷ്യൽ മൈൻഡാണ്. മൂപ്പര് ഒരുപാട് ബുക്കുകൾ വായിക്കും, ലൈബ്രറിയായിട്ട് ബന്ധപ്പെടുത്തുന്നതും വായനശാലയായിട്ട് ബന്ധപ്പെടുത്തുന്നതൊക്കെ അമ്മാവനാണ്. എന്നെ സൈക്ലിംഗ് പഠിപ്പിച്ചത് അന്നത്തെ കാലത്ത്, ഇപ്പോഴല്ല. കാരണം ഒറ്റയ്ക്കാണ് താമസം വീട്ടിലല്ലേ? ആണ്. ഇപ്പോൾ അവരുണ്ട് ഇവിടെ. തറവാട്ടിൽ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അമ്മയൊക്കെ മരിച്ചു. അമ്മാവനുണ്ടായിരുന്നു. അമ്മാവന് എന്തായാലും ഒരു അഭിനന്ദനം. ഇനി ഇതേപോലുള്ള അനീതിയും അക്രമം എവിടെ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും? പ്രതികരിക്കും. ഞാൻ എപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഓട്ടോറിക്ഷ പിന്നെ പറഞ്ഞ സ്ഥലത്ത് നിർത്താത്തതിനും എല്ലാത്തിനും പ്രതികരിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പോരാട്ടം തുടരുക. എം രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.